മകരവിളക്കിന് ശബരിമലയിൽ വിപുലമായ ക്രമീകരണങ്ങൾ നടത്തുമെന്ന് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ. സ്പോട്ട് ബുക്കിംഗ്, വെർച്വൽ ക്യൂ എന്നിവ ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കും. തിരുവാഭരണ ഘോഷയാത്രയുടെ സുഗമ സഞ്ചാരത്തിനുള്ള നടപടികൾ പൂർത്തിയാക്കും. എരുമേലി പേട്ടതുള്ളൽ, കാനനപാതയിലൂടെയുള്ള ഭക്തരുടെ സഞ്ചാരം എന്നിവയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്നത് പന്തളം കൊട്ടാരത്തിൽ നിന്നാണ്. അത് പുറപ്പെടുമ്പോൾ ശബരിമല എത്തിച്ചേരുന്നോടം വരെയുള്ള അതിൻ്റെ സഞ്ചാരപാത ഏറ്റവും ഭംഗിയാക്കി മാറ്റാൻ പ്രത്യേകിച്ച് വനംവകുപ്പിനെ കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് മരച്ചില്ലകളും മറ്റ് വഴികളിലുള്ള തടസ്സങ്ങളുമൊക്കെ നീക്കാൻ ആവശ്യമായ തീരുമാനം ഇന്നത്തെ യോഗം കൈക്കൊണ്ടു. യാതൊരു തടസ്സവുമില്ലാതെ കൃത്യമായി നമുക്ക് തിരുവാഭരണ ഘോഷയാത്ര കടന്നു വരാനുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കി. മറ്റൊന്ന്, ഈ കാലഘട്ടത്തിൽ കൃത്യമായി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള രൂപത്തിൽ എരുമേലി പേട്ടതുള്ളലാണ്. എരുമേലി പേട്ടതുള്ളിൽ ചന്ദനക്കുടം നടക്കുന്നത് ജനുവരി മാസം 10-ാം തീയതിയാണ്. 11-ാം തീയതി അവിടുത്തെ പേട്ടതുള്ളൽ നടക്കും. ചരിത്രപ്രസിദ്ധമായ അമ്പലപ്പുഴ സംഘവും ആലങ്ങാട് സംഘവും എല്ലാം പേട്ടതുള്ളിൽ എരുമേലി നടത്തുന്ന രംഗം എല്ലാവർക്കും അറിയാം.